കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ UDFന്റെ നട്ടെല്ലായി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിന്റെ വിജയങ്ങളിൽ പലപ്പോഴും നിർണായകമാകുന്നത് ലീഗിന്റെ കരുത്തു തന്നെയാണ്. എന്നാൽ കുറച്ചുകാലമായി സമസ്തയിലും മറ്റും നടക്കുന്ന പടലപ്പിണക്കങ്ങളും CPM ലീഗിന്റെ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി ഇറങ്ങിക്കളിക്കുകയും ചെയ്യുന്നതോടെ ലീഗ് അല്പം ക്ഷീണത്തിലാണ്. എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് കൂടുതൽ ക്ഷീണിച്ചതോടെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് ലീഗും രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ ദൗർബല്യം മുതലെടുക്കാനാണ് ലീഗിന്റെ ശ്രമം. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. എപ്പോഴും പറയും പോലെ അല്ല, ഇത്തവണ സീറ്റ് വേണമെന്ന് കർശന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഇത്തവണ സീറ്റ് വേണമെന്ന് തന്നെയാണ് അഭിപ്രായമെന്നും നടന്നത് പ്രാഥമിക ചർച്ചകൾ മാത്രമെന്നും കുഞ്ഞാലിക്കുട്ടി വിശദമാക്കി. സാദിഖലി തങ്ങൾ വിദേശത്ത് നിന്നെത്തിയാൽ പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ UDF യോഗത്തിൽ ഇക്കാര്യം ലീഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ തങ്ങൾ നിസ്സഹായരാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത്. യൂത്ത് ലീഗിനാണ് ഒരു സീറ്റ് വേണമെന്ന ആവശ്യം. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അവസരം വേണമെന്ന് PK ഫിറോസ് അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട്. 2011 5ാം മന്ത്രി വേണമെന്ന മുസ്ലിം ലീഗിന്റെ ശക്തമായ നിലപാടിന്റെ സമാനതയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ ലീഗിന് വഴങ്ങരുതെന്ന നിലപാടിലാണ് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം നേരത്തെ മുതൽ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഉന്നയിക്കുന്നുണ്ട്. സീറ്റ് ചർച്ചകളിൽ നിന്ന് നേരത്തെ പിന്മാറിയത് മുന്നണി ബന്ധം തകരാതിരിക്കാനാണ്. വിട്ടുവീഴ്ചയെന്നത് ലീഗിന്റെ മാത്രം ബാധ്യതയല്ല, ലീഗിന്റേത് ന്യായമായ അവകാശമാണ്. ലീഗ് എല്ലാ കാലത്തും മുന്നണിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ പാർട്ടിക്ക് അകത്ത് പ്രശ്നങ്ങളുണ്ടെന്നും ലീഗ് നേതൃത്വം സമ്മതിക്കുന്നു. K സുധാകരൻ മത്സരിക്കാത്ത കണ്ണൂർ സീറ്റ് ലക്ഷ്യം വെച്ചാണ് ലീഗ് സീറ്റ് ആവശ്യം ഉന്നയിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത പക്ഷം ആ സീറ്റും ലീഗ് ആവശ്യപ്പെടും. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതോടെ ഒരു സീറ്റ് അധികം UDFന്റെ കയ്യിലുണ്ട്. അതിനാൽ തങ്ങൾക്ക് സീറ്റ് കൂടിയേ തീരുവെന്നാണ് ലീഗിന്റെ വാശിയും. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് വിഭാഗത്തിന് നൽകാൻ ധാരണയായിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3ാമതൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് ഒരു സീറ്റ് അധികം വേണമെന്നതാണ് ലീഗിന്റെ ആവശ്യം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു സീറ്റ് കൂടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് നേടാനാണ് നീക്കം. മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന 3 സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ലീഗിന്റെ മനസ്സിൽ. മഹാരാഷ്ട്രയിലെ അമരാവതിയാണ് അതിലൊന്ന്. കോൺഗ്രസിന്റെയും NCPയുടെയും പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിനിമാ താരം നവനീത് കൗർ റാണയാണ് നിലവിലെ MP. രണ്ടാമതായി വന്നത് ശിവസേനയും. രണ്ടാമത്തെ ചോയ്സ് ഉത്തർപ്രദേശിലെ മീററ്റാണ്. കഴിഞ്ഞ തവണ BJP വിജയിച്ച സീറ്റിൽ BSP രണ്ടാമതും കോൺഗ്രസ് 3ാമതുമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ മുർഷിദാബാദാണ് ലീഗിന് നോട്ടമുള്ള 3ാം സീറ്റ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ മുൻപ് ലീഗിന് ജനപ്രതിനിധികളുണ്ടായിരുന്നു. 3ൽ ഏതെങ്കിലും ഒരു സീറ്റ് ലഭിച്ചാൽ യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി നിർദ്ദേശിക്കുന്നയാൾക്ക് മത്സരിക്കാൻ അവസരം നൽകും. പൊന്നാനി, മലപ്പുറം സീറ്റുകളിലും തമിഴ്നാട്ടിലെ രാമനാഥപുരം സീറ്റിലുമാണ് ലോക്സഭയിൽ ലീഗ് മത്സരിക്കുന്നത്. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മലപ്പുറത്ത് അബ്ദുസ്സമദ് സമദാനിയും രാമനാഥപുരത്ത് നവാസ് ഗനിയും വിജയിച്ചതോടെ 100% വിജയമായിരുന്നു 2019 ലീഗ് നേടിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.